സണിച്ചോളുടെ മുത്തശ്ശന്റെ അടുത്ത് ബാക്കിയുള്ള രണ്ട് ഫ്രണ്ട്സ് ഒക്കെ വന്നിരുന്ന് സംസാരിക്കുകയൊക്കെയാണ്. അങ്ങനെ ഇരിക്കെ സണിച്ചോൾ എന്തുകൊണ്ടാണ് വരാത്തതെന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോഴത്തേക്കും മിഡ് ടൈം എക്സാംസ് ഒക്കെ വരുവാനായിട്ട് പോവുകയല്ലേ, അവനും പഠിത്തമാണെന്നൊക്കെ ആയിരുന്നു ഫ്രണ്ട്സും അറിയിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കൂടി അവന്റെ കൂടെ പോയി പഠിക്കുക എന്നൊക്കെ മുത്തശ്ശൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർക്കും ഒരു വിഷമമൊക്കെ തോന്നിയിട്ട് ഇനി എപ്പോഴെങ്കിലും സണിച്ചോൾ വരാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ മുത്തശ്ശൻ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ ഓടി എത്തുന്നതായിരിക്കുമെന്നൊക്കെ മുത്തശ്ശന്റെ അടുത്തും അവർ പറയുന്നു. ശരിക്കും സുണിച്ചോളിനെ പോലീസൊക്കെ പിടിച്ചോണ്ട് പോകുമല്ലോ, ആ ഒരു കാര്യം ഒന്നും തന്നെ മുത്തശ്ശനെ അറിയിക്കാതിരിക്കുവാനായിട്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത്. എങ്കിൽ പോലും അവർക്ക് മുത്തശ്ശന്റെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. ഗാമിൻ കത്തിയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഗാമിൻ വിളിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കെ വെറും ഒരു ജൂനിയർ ആയിട്ടുള്ള ഗാമിൻ ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 10 വർഷമായിട്ട് സുണിച്ചോളിന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിട്ടുള്ള നമ്മള് എന്തെങ്കിലും ചെയ്യണ്ടേ? മുത്തശ്ശൻ ഏത് നിമിഷവും മരിച്ചേക്കാമെന്ന രീതിക്കാണ് ഡോക്ടർ സംസാരിച്ചത്. അങ്ങനെ ഇരിക്കെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് കാണുന്ന മുഖം അത് സെണിച്ചോളിൻ്റെതായിരിക്കണം. നമ്മൾ യോൻബേക്ക് ഗാങ്ങിൽ ചേർന്ന സമയത്ത് നമുക്ക് കാറൊക്കെ സമ്മാനമായിട്ട് കിട്ടിയതല്ലേ, അതൊക്കെ വിറ്റിട്ട് നമുക്ക് മുത്തശ്ശന്റെ ഹോസ്പിറ്റൽ ഫീസ് ഒക്കെ അടയ്ക്കാം, നമുക്കും ഇപ്പോൾ സെണിച്ചോളിനെ രക്ഷിക്കാനായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അവരും സെണിച്ചോളിന്റെ അടുത്തേക്കൊക്കെ ഓടുന്നു. യുബിയും ഇപ്പോൾ ജൂണിനെ കീഴ്പ്പെടുത്തിയതിനു ശേഷം എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടുപേര് ഒരു ഡിറ്റക്റ്റീവ് ഒക്കെ വന്ന് പേടിപ്പിച്ചപ്പോഴത്തേക്കും അങ്ങ് പേടിച്ചു പോയി. പക്ഷെ ഞാൻ ആ കൂട്ടത്തിൽ ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണ് ശരിക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ യുബി ജൂണിന്റെ അടുത്തും ചോദിക്കുന്നു. ജീവവും കത്തിയൊക്കെ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടോടുന്നുണ്ടായിരുന്നെങ്കിലും കൃത്യമായി തന്നെ രണ്ട് ട്രെയിനേഴ്സിന്റെ ഇടയിൽ തന്നെ ചെന്ന് പെടുകയാണ്. അതിലെ ട്രെയിനർ ചെയ്യും അവളെ വീഴ്ത്തി കഴിയുമ്പോഴത്തേക്കും അവൾക്കും ബോധമൊക്കെ നഷ്ടപ്പെടുന്നു. ജൂണും ജീവുമായിട്ടുള്ള കണക്ഷനൊക്കെ കട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയുകയില്ല എന്നൊക്കെ സെഹ്യോണും ഹീവോണും കൂടി ചേർന്നിട്ട് ഗാമിനെ അറിയിക്കുന്നൊക്കെയുണ്ട്. ഈ ഒരു സമയത്തായിരുന്നു ഗാമിന് ടീച്ചറിന്റെ അടുത്തു നിന്നും ഒരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഗാമിന് ലീ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു മിസ്റ്റേക്ക് ഒക്കെ പറ്റിയെന്നാണ് തോന്നുന്നത്. നീ അതൊന്ന് ചെക്ക് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലേ ഗാമിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഇത്രയും വലിയൊരു ടാസ്കിന്റെ ഇടയ്ക്കൊക്കെ നിന്നുകൊണ്ട് ഗാമിനും പുസ്തകമൊക്കെ എടുക്കുകയാണ്. ഹാനോളിനെയൊക്കെ പറഞ്ഞു വിട്ട് നിൽക്കുമ്പോഴത്തേക്കുമായിരുന്നു ഗാമിന്റെ ബുക്കൊക്കെ ഈ ഒരു ചൂവിന്റെ തലയിലേക്കൊക്കെ വന്ന് വീഴുന്നത്. മാത്രമല്ല ഗാമൻ ആദ്യം ഒളിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ നോക്കുമ്പോഴത്തേക്കും അയാൾ എവിടെ പോയെന്ന് പോലും അവന് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ട്രെയിനേഴ്സ് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ജീവോനെ വണ്ടിയിലേക്കൊക്കെ കയറ്റിയിടുന്ന കാഴ്ചയൊക്കെ അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെഹ്യൂണും ഹ്യൂണും കൂടി ചേർന്നിട്ട് ഡ്രോണൊക്കെ പറത്തിയിട്ടായിരുന്നല്ലോ ഓരോ സ്ഥലത്തും എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അവരുടെ ഡ്രോണൊക്കെ മിൻഹ്വാനും കൈയോടെ പിടിക്കുന്നു. ഡ്രോൺ ഇല്ലാത്ത നമ്മൾ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ അറിയിക്കുക എന്നൊക്കെ ഹ്യൂൺ ചോദിക്കുമ്പോഴത്തേക്കും ഇനി നമ്മൾ ഇവിടെ ഇരുന്നിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല, നീ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുക, നമുക്കും എത്രയും വേഗം അവരെ രക്ഷിക്കുവാനായിട്ടൊക്കെ പോകേണ്ടതായിട്ടുണ്ടെന്നായിരുന്നു സെഹ്യൂണും പറഞ്ഞത്. ജീവുവിനെ വണ്ടിയിലേക്കൊക്കെ ഇട്ടതിന് ശേഷം ജീവുവുമായിട്ട് പോകുവാനായിട്ടായിരുന്നു ട്രെയിനർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴാണ് വണ്ടിയുടെ പിന്നിലൊക്കെ ഒരാൾ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് പോലത്തെ സീൻ കൂടി കാണിക്കുകയാണ്. സണിച്ചോളാണ് കൊലപാതക എന്നൊക്കെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് സണിച്ചോളും ഏറ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഡിറ്റക്റ്റീവ് അവനെ അറസ്റ്റും ചെയ്തിട്ടുണ്ട്. നീ എന്തിനായിരുന്നു അയാളെ കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ ഡിറ്റക്റ്റീവ് ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അടിപിടിയൊക്കെ ഉണ്ടായി, അതിന്റെ ദേഷ്യത്തിലായിരുന്നു ഞാനും അയാളെ കൊന്നതെന്നായിരുന്നു സണിച്ചോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവൻ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കൂടി ഓർക്കുന്നു. നീയാണ് കുറ്റം ചെയ്തതെന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ചൊന്ന് പറഞ്ഞാൽ മാത്രം മതി, കമ്പനി തന്നെ അഡ്വക്കേറ്റിനൊക്കെ തന്നിട്ട് ഒരു 3 വർഷം നീ ശിക്ഷയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. എങ്കിൽ പോലും അതിനുശേഷം നീ വെളിയിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ നിനക്ക് ജോലിയും തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പൊസിഷനൊക്കെ വെച്ചിട്ടുള്ള ഒരു ബിസിനസ് കാർഡ് കൂടി ഇപ്പോൾ ഹാനോളും സണിച്ചോളിനെ ഏൽപ്പിക്കുകയാണ്. മാത്രമല്ല ഇതൊക്കെ നിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചു വെച്ചോ, മറിച്ച് നിന്റെ പോക്കറ്റിൽ ഇപ്പോൾ ഉള്ളതൊക്കെ എനിക്ക് തിരിച്ചു തന്നേക്കെന്നൊക്കെ ഹാനോൾ പറയുമ്പോഴത്തേക്കും നേരത്തെ മുത്തശ്ശനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷ് വൊക്കാബുലറിക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പേഴ്സ് ഒക്കെ അവനും ഹാനോളിനെ ഏൽപ്പിക്കുന്നു. ഹാനോളും അതൊക്കെ കളയുന്നുണ്ട്. ഹാനുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പ് നൽകിയത് കൊണ്ടായിരുന്നു ഇപ്പോൾ കുറ്റമൊക്കെ സമ്മതിച്ച് സൊണിച്ചോളും നിന്നിട്ടുണ്ടായിരുന്നത്. ഡിറ്റക്റ്റീവും ഓരോരോ ചോദ്യങ്ങളായിട്ടൊക്കെ സൊണിച്ചോളിന്റെ അടുത്തും ചോദിക്കുന്നു. ചെറിയൊരു ദേഷ്യം കാരണമായിരുന്നു അയാളെ 3 തവണയൊക്കെ നീ കുത്തിക്കൊന്നിട്ടുണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ പിന്നീട് ആ കത്തിയൊക്കെ നീ എവിടെയാണ് കളഞ്ഞതെന്നൊക്കെ ഡിറ്റക്റ്റീവ് ചോദിക്കുമ്പോഴത്തേക്കും ദേഷ്യം കൊണ്ടായിരുന്നു അയാളെ 3 തവണ താൻ കുത്തിയിട്ടുണ്ടായിരുന്നെന്നും കത്തിയൊക്കെ എവിടെയോ കളഞ്ഞുവെന്നും കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ അഡ്വക്കേറ്റ് പറയുന്നതായിരിക്കുമെന്നുമൊക്കെ ആയിരുന്നു സൊണിച്ചോളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തിക്ക് ഒറ്റ തവണ മാത്രമേ കുത്തുകൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ.
സുണിച്ചോൾ ആർക്കൊക്കെയില്ല കൊന്നിട്ടുണ്ടാവുക എന്നൊക്കെ സംശയം തോന്നിയിട്ടുണ്ടായിരുന്ന ഡിറ്റക്റ്റീവും ഒരു കള്ളമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സുണിച്ചോളും അതൊക്കെ സത്യമായിരിക്കുമെന്നൊക്കെ വിശ്വസിച്ച് മറുപടി പറഞ്ഞതായിരുന്നു. എന്തായാലും ഈ ഒരു കാരണം കൊണ്ട് തന്നെ സുണിച്ചോൾ അല്ല കൊന്നതെന്നൊക്കെ ഡിറ്റക്റ്റീവും ഉറപ്പിക്കുന്നു. സോ നിനക്ക് ഒരവസരം കൂടി ഞാൻ തരാം, നീ സത്യം എന്താണെന്ന് എന്നോട് പറയുന്നൊക്കെ ഡിറ്റക്റ്റീവ് പറയുമ്പോഴത്തേക്കും മുത്തശ്ശനെ കുറിച്ചും ഗാമനെ കുറിച്ചും ഓർത്തിട്ടൊക്കെ ഉണ്ടായിരുന്ന സുണിച്ചോളും സത്യമെല്ലാം തന്നെ ഡിറ്റക്റ്റീവിന്റെ അടുത്തൊക്കെ തുറന്നു പറയുന്നു. സോ ഡിറ്റക്റ്റീവും അവനെ വെറുതെ വിടുകയാണ്. ഇപ്പോൾ സുണിച്ചോൾ ആയിരുന്നു ഇപ്പോൾ സുണിച്ചോളായിരുന്നു ചിയുടെ വണ്ടിയുടെ പിന്നിലൊക്കെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. ചിവുനെ വെറുതെ വിടുന്നൊക്കെ സുണിച്ചോൾ പറയുന്ന സമയത്ത് ട്രെയിനർ ചെയ്യും അവനെ ഇടിച്ചൊക്കെ ഇട്ടതിന് ശേഷം നിനക്ക് ഒറ്റയ്ക്ക് എന്നെ ഒരിക്കലും കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു അയാളും. പക്ഷെ അപ്പോഴേക്കും സൺഷുകളുടെ ഫ്രണ്ട്സ് കൂടി അവിടെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവർ ട്രെയിനറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഈ ഒരു സമയത്താണ് ജീവനും ബോധമൊക്കെ വരുന്നത്. വണ്ടിയിൽ തന്നെ കത്തി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ എടുത്ത് അവള് രക്ഷപ്പെടുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ ട്രെയിനർ ഇവരെ മൂന്ന് പേരെയും ഇടിച്ചിട്ടിട്ടുള്ള കാഴ്ചയൊക്കെ ചീവുവും കാണിക്കാണ്. ചീവുവും നേരെ ട്രെയിനർ ഷെയ്ഡ് അടുത്തും ചെല്ലുന്നു. യൂബയുടെ അടുത്തൊന്നും ഒരുപാട് കുത്തും മറ്റുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ജോൺ ഇപ്പോൾ യൂബയുടെ അടുത്ത് നല്ല രീതിക്ക് തന്നെ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട് അവനെ ഇടിച്ച് ബോധം കെടുത്തുകയാണ്. ഇപ്പോൾ സണിച്ചോളിന്റെ ഫ്രണ്ടും ജീവവും കൂടി ട്രെയിനർ ചെയ്യുടെ അടുത്ത് ഒരുപാട് ഫൈറ്റ് ചെയ്ത് നിൽക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ എല്ലാവരും തന്നെ വീണ് പോകുന്നു. അങ്ങനെ പ്രതീക്ഷ എല്ലാം തന്നെ അവസാനിച്ച് നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു ഗാമിന് ഫൈറ്റ് ചെയ്യുവാനായിട്ടൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. റൂഫ് ടോപ്പിലെ ഡോറൊക്കെ ലോക്ക് ചെയ്തൊക്കെ ഇട്ടിരുന്നതായത് കൊണ്ട് തന്നെ അവരും ആ ഡോറൊക്കെ ചവിട്ടി പൊളിച്ചിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഗാമനും കയ്യിൽ നഞ്ചൊക്കെ പിടിച്ച് നിന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ട്രെയിനർ ചെയ്യും നീ ബ്രൂസ്ലി ആണെന്നൊക്കെയാണോ നിന്റെ വിചാരം എന്നൊക്കെ ചോദിച്ച് അവനെ കളിയാക്കുകയാണ്. അതേസമയം എന്റെ മുമ്പിൽ വെച്ച് നീ ബ്രൂസ്ലിനെ കളിയാക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗാമനും അവനിട്ട് ഒരു ഇടിയൊക്കെ വെച്ച് കൊടുക്കുന്നു. പിന്നീട് അവർ തമ്മിൽ ഒരു ഫൈറ്റ് ഒക്കെ നടക്കുകയാണ്. അങ്ങനെ ഫൈറ്റ് ഒക്കെ നടന്നതിന് ശേഷം ഗാമിനും വീണൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ തെളിവായിട്ടുള്ള കത്തിയൊക്കെ തന്റെ കയ്യിലാണ് ഉള്ളതെന്നും അതൊരിക്കലും സണിച്ചുകൊള്ളിന് നൽകുവാനായിട്ട് പോകുന്നില്ല എന്നുമൊക്കെ സണിച്ചോളിന്റെ അടുത്തും ട്രെയിനർ പറയുന്നു. നീ വലിയ ശക്തിശാലിയാണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ നഞ്ചുക്കമായിട്ട് എത്തിയത്. പക്ഷെ ഞാൻ വിചാരിച്ചത്ര ശക്തിശാലി ഒന്നുമല്ല നീ. നീ നിന്റെ ശക്തിയൊക്കെ മറ്റൊരാളുടെ ജീവിതം തകർക്കുവാനായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഗാമൻ പറയുമ്പോഴത്തേക്കും ഗാമിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ടൊക്കെ അയാളും വരികയാണ്. പക്ഷെ ഗാമിൻ തന്റെ അങ്കിൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടെക്നിക് ഒക്കെ പുറത്തെടുക്കുന്നു. ആദ്യം കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ നിന്നൊരു പഞ്ച് കൊടുക്കുക, രണ്ടാമതായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്ന് മറ്റൊരു പഞ്ചും കൂടി അതേ സ്ഥലത്ത് തന്നെ കൊടുക്കുക. ഗാമിനും ട്രെയിനർ ഷെയ്ഡ് അടുത്ത് ഈ ഒരു ടെക്നിക് ഒക്കെ പുറത്തെടുക്കുന്നു. അയാളും തെറിച്ചു വീഴുന്നു. നിനക്ക് പഠിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടെന്നൊക്കെ എനിക്കറിയാം, തിരിച്ച് സ്കൂളിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നിച്ച് പഠിച്ചൂടെ എന്നൊക്കെ ഗാമിനും സുമിച്ചോളിന്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ഇത്രയേറെ കാര്യങ്ങളൊക്കെ നടന്നത് കൊണ്ട് തന്നെ ഒരു സാധാരണ സ്റ്റുഡന്റ് ആയിട്ട് ആ സ്കൂളിൽ പഠിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നൊക്കെ സുണിച്ചോളും അറിയിക്കുന്നു. അപ്പോഴായിരുന്നു നേരത്തെ വീണ് കിടന്നിട്ടുണ്ടായിരുന്ന ട്രെയിനർ ചെയ്യും എവിഡൻസ് ആയിട്ടുള്ള കത്തിയൊക്കെ എടുക്കുവാനായിട്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇത് ശ്രദ്ധിക്കുന്ന ജീവവും അയാളെ അടിച്ചു വീഴ്ത്തുന്നു. നിന്നെ കൊല്ലണമെന്നൊക്കെയാണ് എന്റെ ആഗ്രഹമെങ്കിൽ പോലും എനിക്കത് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ജീവവും ട്രെയിനർ ചെയ്യുടെ അടുത്തൊക്കെ പറയുന്നു. നീ എന്തിനാണ് ഇത്രയ്ക്ക് മടിക്കുന്നത്? ഞങ്ങൾ നിന്നെ മോശം കാര്യം ചെയ്യുവാനായിട്ട് വിളിച്ചൊന്നും അല്ലല്ലോ. മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ പഠിക്കുവാനായിട്ടൊക്കെ കൂടിക്കോണമെന്ന് ജീവു സോണിച്ചോളിന്റെ അടുത്തും പറയുന്നൊക്കെയുണ്ട്. ഈ ഒരു സമയത്തായിരുന്നു കുട്ടികൾ അപകടത്തിലായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സെഹ്യൂണും ഹിയോണും കൂടി ചേർന്നിട്ട് കുട്ടികളെ രക്ഷിക്കുവാനായിട്ട് കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ പെറുക്കിയെടുത്തിട്ട് ഓടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവരുടെ ആ ഒരു ഗെറ്റപ്പും പരിപാടിയൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും തന്നെ ചിരിയൊക്കെ വരുന്നു. പക്ഷെ അപ്പോഴായിരുന്നു ഗാമനും ഒരു കാര്യമൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവനും അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.